അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ച് PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചാണ് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം 1798 മുതൽ 1810 വരെയാണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലഘട്ടം 1798 മുതൽ 1810 വരെയാണ്. തിരുവിതാംകൂറിലെ അശക്തനായ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ അശക്തനായ ഭരണാധികാരി ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. അവിട്ടം തിരുനാളിന്റെ പ്രധാനപ്പെട്ട ദിവാൻ വേലുത്തമ്പി ദളവയായിരുന്നു. അദ്ദേഹം അശക്തനായിരുന്നെങ്കിലും ശക്തനായൊരു ദിവാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് വേലുത്തമ്പി ദളവയായിരുന്നു. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദളവയായ വർഷം 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാൻ ആയ വർഷമാണ് 1802. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ ദിവാൻ ആയ വർഷം 1802. തലക്കുളത്ത് വീട് ആരുടെ തറവാട്ട് നാമമാണെന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയുടെ തറവാട്ട് പേരാണ് തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവയുടെ വീടിന്റെ പേര് തറവാട്ട് നാമം തലക്കുളത്ത് വീടെന്നാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനാണ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ജീവത്യാഗം ചെയ്ത വർഷം 1809 വേലുത്തമ്പി ദളവ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. അത് 1809 വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു കേണൽ ലീഗർ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കേണൽ ലീഗർ ആണ്. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി എന്ന സ്ഥലത്താണ്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ആരായിരുന്നു ദളവ? ഉമ്മിണിത്തമ്പിയാണ്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദളവയായത് ഉമ്മിണിത്തമ്പിയാണ്. തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദളവയായ ഉമ്മിണിത്തമ്പിയാണ് തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത്. വേലുത്തമ്പിയുടെ ഓർമ്മയ്ക്കായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2016. വേലുത്തമ്പി സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2016. ബാലരാമപുരം പട്ടണം, വിഴിഞ്ഞം തുറമുഖം എന്നിവ പണി കഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. ബാലരാമപുരം പട്ടണം വികസിപ്പിച്ചു, അതുപോലെ വിഴിഞ്ഞം തുറമുഖം വികസിപ്പിച്ചതൊക്കെ ഉമ്മിണിത്തമ്പിയാണ്. ബാലരാമപുരം പട്ടണം, വിഴിഞ്ഞം തുറമുഖം വികസിപ്പിച്ചത് ഉമ്മിണിത്തമ്പിയാണ്. തിരുവിതാംകൂറിലെ ദുർബലനായ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. കലഹങ്ങളുടേതായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 1805 സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ ഭരണാധികാരി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. 1805. കോളിൻ മെക്കാളെ പ്രഭുവാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു മെക്കാളെ പ്രഭു. കൊല്ലത്തെ ആശ്രാമം മൈതാനമായിരുന്നു റെസിഡന്റിന്റെ ആസ്ഥാനം. ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ആസ്ഥാനമായിരുന്നത് കൊല്ലത്തെ ആശ്രാമം മൈതാനമായിരുന്നു. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലാവുന്നത് ബാലരാമവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായത് ആരുടെ കാലത്താണെന്ന് ചോദിച്ചാൽ അത് ബാലരാമവർമ്മയുടെ കാലത്തായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ദിവാനായ വേലുത്തമ്പി ദളവയെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. 1799 മുതൽ 1809 വരെയുള്ള കാലയളവിലാണ് വേലുത്തമ്പി ദളവയായിരുന്നത്. ഈ വർഷം 1799 മുതൽ 1809 വരെയുള്ള കാലയളവിലാണ് വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. 1765 കൽക്കുളത്താണ് വേലുത്തമ്പി ദളവ ജനിച്ചത്. കലക്കുളം തറവാട്ടിലെ കൽക്കുളം എന്ന സ്ഥലത്താണ് 1765 വേലുത്തമ്പി ദളവ ജനിക്കുന്നത്. പൂർണ്ണ പേര് വേലായുധൻ ചെമ്പകരാമൻ പിള്ള എന്നാണ്. കള്ളം തെളിയിക്കാൻ
തിളച്ച എണ്ണയിൽ കൈമുക്കുന്ന ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. ശുചീന്ദ്രൻ കൈമുക്ക് പിന്നീട് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ് 1835. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. 1835 ഈ അനാചാരം നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത്, ഹജൂർ കച്ചേരി സ്ഥാപിച്ചതൊക്കെ വേലുത്തമ്പി ദളവയാണ്. സഞ്ചരിക്കുന്ന കോടതി, ഹജൂർ കച്ചേരി ഇതൊക്കെ തിരുവിതാംകൂറിൽ ആരംഭിച്ചത് വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയാണ് പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയത്. പാതിരാമണൽ ദ്വീപിനെ കൃഷി ചെയ്യാൻ പര്യാപ്തമാക്കിയത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂർ റെസിഡന്റായ മെക്കാളയുമായി യോജിച്ചു പോകാൻ കഴിയാതിരുന്ന വേലുത്തമ്പി ഇംഗ്ലീഷുകാർക്കെതിരെ പ്രക്ഷോഭം നയിക്കാൻ തീരുമാനിച്ചു. നേരത്തെ പറഞ്ഞു മെക്കാളെ ബ്രിട്ടീഷ് റെസിഡന്റ് ആദ്യത്തെ. അപ്പോൾ അദ്ദേഹവുമായി വേലുത്തമ്പി ദളവയ്ക്ക് യോജിച്ചു പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ അതിനെതിരെ ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭം ദളവ ആരംഭിച്ചു. 1809 ജനുവരി 11 ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കുണ്ടറ വിളംബരം നടന്ന വർഷമാണ്. 1809 ജനുവരി 10 കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ച് ജനങ്ങളുടെ മനോവീര്യം ഉയർത്താനായി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. അതാണ് കുണ്ടറ വിളംബരം. പ്രക്ഷോഭം നടത്താൻ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 നടത്തിയത്. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ഇതിന്റെ മലയാള മാസം കൂടി നോക്കണം. 984 മകരം, മലയാള തീയതി കൊല്ലവർഷം 984 മകരം 1 ഈ കുണ്ടറ വിളംബരം നടന്നത്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പിയാണ്. വിഴിഞ്ഞാൻ തുറമുഖം നിർമ്മിച്ചത് ഉമ്മിണിത്തമ്പി. ബാലരാമപുരം നെയ്ത്തുപട്ടണം പണി കഴിപ്പിച്ചതൊക്കെ ഉമ്മിണിത്തമ്പി, നേരത്തെ പറഞ്ഞതാണ്. ഉമ്മിണിത്തമ്പിയുടെ യഥാർത്ഥ പേര് മാർത്താണ്ഡ ഇരവി എന്നാണ്. ഈ ഉമ്മിണിത്തമ്പിയുടെ യഥാർത്ഥ പേര് മാർത്താണ്ഡ ഇരവി എന്നാണ്. മാർത്താണ്ഡ ഇരവി എന്നാണ് ഉമ്മിണിത്തമ്പിയുടെ യഥാർത്ഥ പേര്. അതുപോലെ തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചത് ഉമ്മിണിത്തമ്പി ആയിരുന്നു എന്ന് പറഞ്ഞു. നായർപ്പട എന്നായിരുന്നു ആ പോലീസ് സേനയുടെ പേര്. ഉമ്മിണിത്തമ്പി ആരംഭിച്ച പോലീസ് സേനയുടെ പേര് നായർപ്പട എന്നാണ്. ഉമ്മിണിത്തമ്പി നീതിന്യായ നിർവ്വഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻസുവാഫ് കച്ചേരി. ഉമ്മിണിത്തമ്പി നീതിന്യായ നിർവ്വഹണത്തിന് വേണ്ടി ആരംഭിച്ച കോടതിയാണ് ഇൻസുവാഫ് കച്ചേരി എന്നറിയപ്പെടുന്നത്. ഇൻസുവാഫ് കച്ചേരി.